കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്നു തത്സമയം. ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ട് എന്നും ഇസ്ലാം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടുകാരോടും പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മുടെ ITI പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാം. തീർച്ചയായും അവർ പഠിക്കുകയും വിജയിക്കുകയും കഴിഞ്ഞ കാലത്ത് ജോലി സമ്പാദിച്ചതുപോലെ ഇനിയും ജോലി സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസവും തൊഴിലുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിച്ചാൽ തന്നെ ഒരളവോളം തൊഴിലില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും അവസാനിപ്പിക്കാനും സമാധാനം കൈവരുത്താനും നമുക്ക് സാധിക്കുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും തേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുകയാണ്. മതവിദ്യാഭ്യാസം മാത്രം നേടിയവർ ഇവിടെയില്ല. മികച്ച വിദ്യാഭ്യാസം കൊണ്ട് നല്ല ജോലി ലഭിക്കുക, വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നു. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ കർമ്മശാസ്ത്ര പ്രകാരമാണ് താൻ ഇടപെട്ടിട്ടുള്ളത്. ജനായാത്ത് പ്രകാരമുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രായശ്ചിത്തത്തിനുള്ള വഴി തേടുകയാണ്. പണ്ഡിതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊല്ലുന്നതിന് പകരം പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്നത് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്. ആ മാർഗം തേടുകയാണ് എന്നതാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത് ഫലം കാണും എന്നുള്ള പ്രതീക്ഷ നിലവിൽ ഉള്ള ഘട്ടത്തിൽ കൂടിയാണ് പ്രതികരണം വന്നിരിക്കുന്നത്. ചർച്ച തുടരുകയാണ്. കർമ്മശാസ്ത്ര പ്രകാരമുള്ള ഇടപെടൽ, അതിൽ പ്രായശ്ചിത്തം നൽകും അവർ എന്നുള്ള ശുഭപ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ട്. സുന്നി പണ്ഡിതനുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം അടുത്ത ഘട്ടം ചർച്ചകൾ കൂടി നടക്കാനിരിക്കെയാണ് ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ഈ നിമിഷപ്രിയയുടെ വിഷയത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് അടക്കം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടല്ലോ, വിശദാംശങ്ങൾ. അനുജ, സുപ്രധാനമായ ഇടപെടലാണ് എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. ആദ്യമായാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. മതത്തിന്റെ ആചാരപ്രകാരമുള്ള ഫിഖ് അനുസരിച്ചുള്ള നടപടികളാണ് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇതിലെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിക്കൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ആ ഘട്ടങ്ങളിലാണ് ഇതിൽ വധശിക്ഷയ്ക്ക് നടപ്പാക്കുന്നതിനും പകരം പ്രായശ്ചിത്തമാണ് ഏറ്റവും ഉത്തമം. അത്തരമൊരു സാധ്യതയാണ് താൻ തേടുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഷെയ്ഖ് ഹബീബ് ഉമറുമായി സംസാരിക്കുകയും ഇതിന്റെ തുടർ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയും ചെയ്യുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ ഒരു ശുഭകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. അതിന്റെ ആദ്യഘട്ടം വിജയിച്ചിട്ടുമുണ്ട്. ഇനി 12:30 കൂടെ ആയിരിക്കും രണ്ടാം ഘട്ട ചർച്ച ഇന്ന് നടക്കുക. അതിനുശേഷം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ നാളെയാണ് ഈ ഭരണകൂടം അറിയിച്ചത് അനുസരിച്ച് ഈ വധശിക്ഷ നടപ്പാക്കുക. അത്തരമൊരു സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് നീട്ടിവെക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത്തരം നിമിഷപ്രിയ കേസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള പ്രതികരണം, ആദ്യ പ്രതികരണമാണ് കാന്തപുരം നടത്തിയ ഇടപെടലിനെ കുറിച്ചുള്ള ആദ്യ പ്രതികരണം. ആ ചർച്ചകൾ, ഇടപെടൽ തുടരുകയാണ്, പ്രതീക്ഷയുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്.